Hi all. Next exemption, that is under section 54D. We already discussed two exemptions, that is section 54 relating to the sale of house property and 54B, that is sale of urban agricultural land. Then what is section 54D? 54D deals capital gain arising on compulsory acquisition of land and building. അപ്പോൾ സെക്ഷൻ 54 വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഓൺ ദി കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. ചില സാഹചര്യത്തിൽ നിർബന്ധമായിട്ട് കമ്പൽസറി അക്വയർ ചെയ്യാറുണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ചിലപ്പോൾ ഗവൺമെൻറ് ആയിരിക്കാം. ഇപ്പോൾ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ബിൽഡിങ്ങുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കമ്പൽസറി അക്വയർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ കിട്ടുന്ന ഒരു എക്സംഷനാണ് 54D. ആൻഡ് ഹൂ ആർ ദി എലിജിബിൾ അസസി? എനി അസസി. അപ്പോൾ കഴിഞ്ഞ എക്സംഷനിൽ ശ്രദ്ധിക്കുക, ഇൻ ദ ലാസ്റ്റ് ടു എക്സംഷൻ, ദാറ്റ് ഈസ് 54 ആൻഡ് 54B, എലിജിബിൾ അസസീസ് ആർ ഇൻഡിവിജ്വൽ ആൻഡ് HEF. And in this case, this exemption avail to all types of assessees. Then what type of asset must to transfer? Industrial land or building, that may be long term or short term. അപ്പോൾ ഇവിടെ അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഇൻഡസ്ട്രിയൽ ലാൻഡ് ഓർ ബിൽഡിംഗ്. ആൻഡ് സച്ച് ലാൻഡ് ഓർ ബിൽഡിംഗ് മസ്റ്റ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ അസസി for industrial undertaking for 2 years immediately preceding the transfer. So there is a condition, before the transfer of that industrial land or building, assessee must use that land or building for industrial undertaking for last 2 years. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പത്തെ 2 വർഷങ്ങളിലായിട്ട് അതിനു മുമ്പൊക്കെ എന്ത് ചെയ്യണം? ആ ലാൻഡ് ഉപയോഗിച്ചിരുന്ന, ആ ബിൽഡിംഗ് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഇൻഡസ്ട്രിയൽ ലാൻഡ് ഓർ ബിൽഡിംഗ് ആയിരിക്കണം. ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ലാൻഡ് ഓർ ബിൽഡിംഗ് ആയിരിക്കണം. ആൻഡ് ആ അസറ്റ് ആരെങ്കിലും കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്ത് അതിനുള്ള കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലെ സെയിൽസ് കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, that amount used for purchasing another industrial land or building. അപ്പോൾ അസറ്റ് മസ്റ്റ് അക്വയർഡ്. അപ്പോൾ ആ എമൗണ്ട് ഉപയോഗിച്ച് എന്ത് പർച്ചേസ് ചെയ്യണം എന്നാലേ എക്സംഷൻ കിട്ടുള്ളൂ. ദ അസസി മസ്റ്റ് പർച്ചേസ് another industrial land or building. Okay. And the time limit for acquiring new asset. അപ്പോൾ ഈ ഓൾഡ് ഇൻഡസ്ട്രിയൽ ലാൻഡ് ബിൽഡിങ് സെയിൽ ചെയ്ത് അല്ലെങ്കിൽ അത് നിർബന്ധിതമായിട്ട് അക്വയർ ചെയ്തതിനു ശേഷം കിട്ടിയ എമൗണ്ട് ഉപയോഗിച്ച് വിത്തിൻ 3 years ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ദ അസസി മസ്റ്റ് പർച്ചേസ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ ലാൻഡ് ഓർ ബിൽഡിംഗ്. അപ്പോൾ പുതിയ ഇൻഡസ്ട്രിയൽ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ് ട്രാൻസ്ഫർ ചെയ്ത് വിത്തിൻ 3 years വാങ്ങിച്ചിരിക്കണം. ആൻഡ് ദ എമൗണ്ട് ഓഫ് എക്സംഷൻ, the actual cost of new land or building acquired and the balance amount is taxable. അപ്പോൾ എത്രയാണ് ആക്ച്വൽ ആയിട്ട് പുതിയ ലാൻഡ് ഓർ ബിൽഡിങ്ങിന് വരുന്നത്, ദാറ്റ് എമൗണ്ട് ക്യാൻ ബി ഡിഡക്റ്റബിൾ ആൻഡ് ഇഫ് എനി ബാലൻസ് എമൗണ്ട്, ദാറ്റ് എമൗണ്ട് ഈസ് ടാക്സബിൾ, just like in the last exemptions. And if any amount he invested in a capital gain account scheme, that is also deductible. So that is 54D. അപ്പോൾ ഒന്നും കൂടി പറയാം. സോ 54D എന്ന് പറയുന്നത് എക്സംഷൻ എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? എന്തെങ്കിലും ലാൻഡോ ബിൽഡിംഗ്, അത് എന്ത് ലാൻഡ് ആയിരിക്കണം? ഇൻഡസ്ട്രിയൽ ലാൻഡ് ഓർ ബിൽഡിംഗ്. അത് ലോങ് ടേം ആവാം, ഷോർട്ട് ടേം ആവാം. അത് നിർബന്ധിതമായിട്ട് കമ്പൽസറി അക്വയർ ചെയ്ത് അതിനുള്ള കോമ്പൻസേഷൻ കൊടുത്താൽ ആ കിട്ടുന്ന കോമ്പൻസേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തി അസസി അനദർ ലാൻഡ് ഓർ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, എത്ര വർഷത്തിനുള്ളിൽ? വിത്തിൻ 3 years പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹി ക്യാൻ ഡിഡക്റ്റ് ദ കോസ്റ്റ് ഓഫ് ദ ന്യൂ ലാൻഡ് ഓർ ബിൽഡിംഗ്. അതുപോലെ തന്നെ എന്തെങ്കിലും എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ എമൗണ്ടും അസസി ക്യാൻ ഡിഡക്റ്റ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. A company owns land and building which is acquired at a cost of 2,72,000, which is used for the industrial undertaking. So a company owns a land and that land and building acquired at a cost 2,72,000, and that land or building was used for the industrial undertaking. And in July 2018,
government acquired the asset paying a compensation of 12 lakh. അപ്പോൾ 2,72,000 അക്വയർ ചെയ്ത ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിരുന്നു. ആൻഡ് ഇൻ ജൂലൈ 2018 ദ ഗവൺമെന്റ് acquired compulsory acquisition and paying a compensation of rupees 12 lakh to that assessee. അപ്പോൾ ഗവൺമെന്റ് ആ വ്യക്തിക്ക് 12 lakh നഷ്ടപരിഹാരം കൊടുത്തു. And the written down value of the asset, because that is a building, so written down value of that asset on 1/4/2018 was 3,20,000. ആ സമയത്ത് റിട്ടേൺ ഡൗൺ വാല്യൂ, ബിക്കോസ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് എ ബിൽഡിംഗ്, സോ ദർ ഈസ് എ ഡിപ്രീസിയേഷൻ ഫോർ ദാറ്റ് ബിൽഡിംഗ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ വരുന്നത്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ഇൻ 2018 വാസ് 3,20,000. ആൻഡ് ദ കമ്പനി acquired another land and building on 28th May 2018 at a cost of 9 lakh. And by using that amount, the company acquired or purchased a new building and land that is also used for industrial purpose on 28th May 2018 at a cost of 9 lakh. Compute capital gain. So computation of capital gain nokam. Here the compensation received or the sales value of that building, the government paying compensation, that is 12 lakh. So 12 lakh is the compensation, the amount received by assessee. Then we already studied that in the case of depreciable asset, the capital gain is short term. എത്ര കാലം അത് ഹെൽഡ് ചെയ്ത് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ ഉള്ള അസറ്റ് എപ്പോഴും എന്തായിരിക്കും, ഷോർട്ട് ടേം ആയിരിക്കും എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യേണ്ട, ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ദർ ഇസ് നോ ഇൻഡെക്സേഷൻ ഈസ് നീഡഡ്. ഓൺലി ഇൻ ദി കേസ് ഓഫ് ലോങ് ടേം the indexation is done. So less written down value on April 2018, that is 3,20,000. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണ്, 3,20,000 മൈനസ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡിപ്രീസിയേഷൻ ഉള്ളതിന് ഇൻഡെക്സേഷൻ ചെയ്യരുത്, ഇപ്പോൾ ഷോർട്ട് ടേം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. 3,22,000 short term capital gain, that is 8,80,000. This is the gain arising from this transfer of this land and building. And that amount he used for acquisition of new land, that is for 9 lakh. So there is a exemption under section 54D, cost of new land and building. That is അവിടെ നോക്ക്, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദ കോസ്റ്റ് ഓഫ് ദി ന്യൂ ബിൽഡിംഗ് ഈസ് 9 lakh, ബട്ട് ഹിയർ ഗെയിൻ ഈസ് ഓൺലി 8,80,000. സോ ഓൺലി 8,80,000 വി ക്യാൻ ഡിഡക്റ്റ്. സോ ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് ഈസ് nil. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് whichever is less, that we can deduct. Here 8,80,000. So taxable capital gain, that is nil. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അനദർ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് ശരിക്കും അവിടെ എന്ത് പറയണം, ഇൻഡസ്ട്രിയൽ ലാൻഡ് തന്നെ പർച്ചേസ് ചെയ്യണമെന്നാണ്. നമുക്ക് അതിവിടെ എഴുതിയിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണ്, പിന്നെ നമ്മളത് ഊഹിക്കുക, അത് ഇൻഡസ്ട്രിയൽ ലാൻഡ് ആവുമെന്ന് ഊഹിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ടെക്സ്റ്റിലും ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനത്തെയൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ